എല്ലാവർക്കും നമസ്കാരം. നാരായണീയത്തിലെ 7-ാം ദശകത്തിന്റെ വിശേഷങ്ങളിലേക്ക് സ്വാഗതം. പ്രപഞ്ചസൃഷ്ടി തുടങ്ങുന്നതിന് തൊട്ടുമുമ്പ് സൃഷ്ടാവായ ബ്രഹ്മാവിന്റെ മനസ്സിലൂടെ എന്തൊക്കെയാവും കടന്നുപോയിട്ടുണ്ടാവുക? ആ ദിവ്യമായ കഥയിലേക്കാണ് നമ്മളിന്ന് പോകുന്നത്. ഒന്നാലോചിച്ചു നോക്കൂ, ഈ ലോകം മുഴുവൻ സൃഷ്ടിക്കാൻ നിയോഗിക്കപ്പെട്ട സാക്ഷാൽ ബ്രഹ്മാവ് ആ വലിയ ജോലി തുടങ്ങുന്നതിന് മുൻപ് ഒരു വലിയ പ്രതിസന്ധിയിലായിരുന്നു. വിശ്വസിക്കാൻ പറ്റുന്നുണ്ടോ? എന്തായിരുന്നു ആ പ്രതിസന്ധി? അദ്ദേഹം അതിനെ എങ്ങനെയാവും മറികടന്നത്? ഈ ചോദ്യത്തിനുള്ള ഉത്തരമാണ് ഈ ദശകം നമുക്ക് പറഞ്ഞു തരുന്നത്. അപ്പോൾ ഈ കഥ തുടങ്ങുന്നത് തന്നെ സൃഷ്ടാവിന്റെ ജനനത്തിൽ നിന്നാണ്. ആദ്യത്തെ ശ്ലോകം ബ്രഹ്മാവിന്റെ ആ ദിവ്യമായ ഉൽപ്പത്തിയെക്കുറിച്ച് വളരെ മനോഹരമായിട്ട് പറയുന്നുണ്ട്. ദശകം 7, ശ്ലോകം 1. ഏവം ദേവചതുർദശാത്മക ജഗദ്രൂപേണ ജാതഃ പുനസ്തസ്യോർധ്വം ഖലു സത്യലോകനിലയേ ജാതോസി ധാതാ സ്വയം യം ശംസന്തി ഹിരണ്യഗർഭം അഖിലത്രൈലോക്യജീവാത്മകം യോ ഭൂതസ്ഫീതരജോ വികാരവികസന്നാനാസിസൃക്ഷാരസഃ. ഇതിന്റെ അർത്ഥം എത്ര മനോഹരമാണെന്ന് നോക്കൂ. ഭഗവാൻ ആദ്യം 14 ലോകങ്ങളായിട്ടങ്ങ് വിരിഞ്ഞു. എന്നിട്ട് അതിൻ്റെ എല്ലാം മുകളിലുള്ള സത്യലോകത്തിൽ സാക്ഷാൽ ബ്രഹ്മാവായിട്ട് സ്വയം അവതരിച്ചു. എല്ലാ ജീവജാലങ്ങളുടെയും ആത്മാവ് ഉള്ളിലുള്ളതുകൊണ്ടാണ് അദ്ദേഹത്തെ ഹിരണ്യഗർഭൻ എന്ന് പറയുന്നത്. അങ്ങനെ രജോഗുണം ഉണർന്നപ്പോൾ ബ്രഹ്മാവിൻ്റെ ഉള്ളിൽ സൃഷ്ടി നടത്താനുള്ളൊരു വലിയ ആഗ്രഹം അങ്ങ് കത്തിപ്പടർന്നു. പക്ഷേ ഒരു കാര്യം ചെയ്യാനുള്ള ആഗ്രഹം മാത്രമുണ്ടായാൽ മതിയോ? അതെങ്ങനെ ചെയ്യണമെന്നുള്ള അറിവ് വേണ്ടേ? അവിടെയാണ് ബ്രഹ്മാവ് ശരിക്കും പെട്ടുപോയത്. ആ ഒരു സമയത്ത് എന്താണ് സംഭവിച്ചതെന്ന് അടുത്ത ശ്ലോകം നമുക്ക് കൃത്യമായി പറഞ്ഞുതരും. ദശകം 7, ശ്ലോകം 2. സോയം വിശ്വവിസർഗദത്ത ഹൃദയഃ സംപശ്യമാനഃ സ്വയം ബോധം ഖൽവനവാപ്യ വിശ്വവിഷയം ചിന്താകുലസ്തസ്തിവാൻ താവത്വം ജഗതാം പതേ തപതപേത്യേവം ഹി വൈഹായസീം വാണീം ഏനമശിശ്രവ ശ്രുതിസുഖാം കുർവം തപഃപ്രേരണാം. 2. കണ്ടില്ലേ, പ്രപഞ്ചം സൃഷ്ടിക്കാനുള്ള ആഗ്രഹം മനസ്സിലിങ്ങനെ ആളിക്കത്തുന്നുണ്ട്. പക്ഷെ എവിടെ തുടങ്ങണം, എങ്ങനെ തുടങ്ങണം എന്നതിനെക്കുറിച്ചൊരു പിടിയുമില്ല. അങ്ങനെ ആഴത്തിലുള്ള ചിന്തയിലും ദുഃഖത്തിലും ഇരിക്കുമ്പോഴാണ് ജഗത്പതിയായ ഭഗവാന്റെ കാരുണ്യം കൊണ്ട് കാതുകൾക്കിമ്പമുള്ള ഒരു അശരീരി കേൾക്കുന്നത്. തപ അതെ, തപസ്സനുഷ്ഠിക്കൂ എന്ന ആ ദിവ്യമായ നിർദ്ദേശം. ദശകം 7, ശ്ലോകം 3. കോസൗ മാമവദത് പുമാനിതി ജലാപൂർണെ ജഗന്മണ്ഡലെ ദിക്ഷു ദ്വീക്ഷ്യ കിമപ്യനീക്ഷിതവതാ വാക്യാർത്ഥമുത്പശ്യത ദിവ്യം വർഷ സഹസ്രമാത്ത തപസാ തേന ത്വമാരാധിത സ്തസ്മൈ ദർശിതവാനസി സ്വനിലയം വൈകുണ്ഠമേകാദ്ഭുതം. പെട്ടെന്നൊരു ശബ്ദം കേട്ടാൽ ആരുമൊന്ന് അമ്പരന്നു പോകുമല്ലോ. ബ്രഹ്മാവും അത്ഭുതപ്പെട്ടു. ചുറ്റും വെള്ളം മാത്രം. ആരാണ് തന്നോട് സംസാരിച്ചതെന്നറിയാനായിട്ട് അദ്ദേഹം 4 പാടും നോക്കി. പക്ഷെ ആരെയും കണ്ടില്ല. അപ്പോഴാണ് ആ വാക്കിന്റെ പൊരുൾ അദ്ദേഹത്തിന് ശരിക്കും മനസ്സിലായത്. പിന്നെ ഒരു നിമിഷം പോലും പാഴാക്കിയില്ല. നേരെ തപസ്സിൽ മുഴുകി. 1-2 വർഷമല്ല, 1000 ദിവ്യവർഷം. ആ കഠിനമായ തപസ്സിൽ സംപ്രീതനായ ഭഗവാൻ ബ്രഹ്മാവിന് തന്റെ അത്ഭുത ലോകമായ വൈകുണ്ഠം കാണിച്ചുകൊടുത്തു. അപ്പോ ബ്രഹ്മാവിന് കിട്ടിയ ആ ദിവ്യദർശനം എന്തായിരുന്നു? അത് വൈകുണ്ഠമായിരുന്നു. അടുത്ത ശ്ലോകങ്ങളിൽ മേൽപ്പത്തൂർ നമ്മുടെയെല്ലാം സങ്കല്പങ്ങൾക്കും അതീതമായ ആ ലോകത്തെ വർണ്ണിക്കുകയാണ്. കേൾക്കാൻ തയ്യാറായിക്കോളൂ. ദശകം 7, ശ്ലോകം 4. മായാ യത്ര കഥാപി നോ വിഗിരുതേ ഭാതേ ജഗദ്ഭ്യോ ബഹിരി ശോകക്രോധവിമോഹ സാധ്വമസ്സുമുഖ ഭാവാസ്തു ദൂരം ഗതാഹ സാന്ദ്രാനന്ദജരീച്ച യത്ര പരം ജ്യോതിർ പ്രകാശാത്മകേ തത്തേ ധാമ വിഭാവിതം വിജേതേ വൈകുണ്ഠരൂപം വിഭോ. 4. ഓ, എന്തൊരു മനോഹരമായ വർണ്ണനയാണിത്! വൈകുണ്ഠം എന്ന് പറയുന്നത് നമ്മൾ ജീവിക്കുന്ന ഈ 14 ലോകങ്ങൾക്കും അപ്പുറത്തുള്ള ഒരിടമാണ്. അവിടെ മായയുടെ കളികളൊന്നും നടക്കില്ല. ദുഃഖം, ദേഷ്യം, പേടി ഇങ്ങനെയുള്ള ഒരു വികാരങ്ങൾക്കും അവിടെ സ്ഥാനമില്ല. പകരം എന്താ ഉള്ളത്? എങ്ങോട്ട് നോക്കിയാലും പരമാനന്ദത്തിന്റെ ഒരു പ്രവാഹം, പിന്നെ കണ്ണഞ്ചിപ്പിക്കുന്ന ദിവ്യമായ പ്രകാശവും. അങ്ങനെയുള്ള വൈകുണ്ഠമാണ് ഭഗവാൻ ബ്രഹ്മാവിനെ കാണിച്ചു കൊടുത്തത്. ആ ലോകം മാത്രമല്ല കേട്ടോ, അവിടുത്തെ നിവാസികളും അതുപോലെ തന്നെ ദിവ്യന്മാരായിരുന്നു. അതെങ്ങനെയെന്ന് അടുത്ത ശ്ലോകം നമുക്ക് പറഞ്ഞുതരും. ദശകം 7, ശ്ലോകം 5. യസ്മിന്നാമ ചതുർഭുജ ഹരിമണി ശ്യാമാവതാത് വിശോ നാനാഭൂഷണരത്നദീപിതദിശോ രാജദ്വിമാനാലയാഃ ഭക്തിപ്രാപ്തതഥാവിധോന്നതപദാ ദിവ്യന്തി ദിവ്യജനാ തത്യധാമ നിരസ്ത സർവശമലം വൈകുണ്ഠരൂപം ജയേത്.
വൈകുണ്ഠത്തിലെ ആളുകൾ നമ്മളെപ്പോലെ സാധാരണക്കാരല്ല. അവർക്കെല്ലാം 4 കൈകളുണ്ട്, ഇന്ദ്രനീലക്കല്ല് പോലെ തിളങ്ങുന്ന ശരീരമാണ് അവരുടേത്. ചുറ്റും പ്രകാശം പരത്തുന്ന രത്നാഭരണങ്ങളൊക്കെ അണിഞ്ഞവർ ദിവ്യവിമാനങ്ങളിലാണ് യാത്ര ചെയ്യുന്നത്. പക്ഷേ ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്താണെന്നറിയാമോ? എങ്ങനെയാണ് അവർക്ക് ഈയൊരു ഉന്നത പദവി കിട്ടിയത് എന്നുള്ളതാണ്. അതിന് ഒരേയൊരു കാരണമേ ഉള്ളൂ: തീവ്രമായ ഭക്തി. ഭക്തി ഒന്നുകൊണ്ട് മാത്രമാണ് അവരെല്ലാവരും ഇവിടെ എത്തിയത്. അപ്പോൾ ബ്രഹ്മാവിൻ്റെ ഈ യാത്രയിൽ നിന്ന്, ഈ 5 ശ്ലോകങ്ങളിൽ നിന്ന് നമുക്ക് പഠിക്കാനുള്ള പാഠം എന്താണ്? വളരെ ലളിതമായ, എന്നാൽ ഒരുപാട് ആഴത്തിലുള്ള ഒരു സന്ദേശം ഇതിൽ ഒളിഞ്ഞിരിപ്പുണ്ട്. സൃഷ്ടി എങ്ങനെ നടത്തണം എന്നറിയാതെ വിഷമിച്ച ബ്രഹ്മാവിനെ വഴി തുറന്നു കിട്ടിയത് തപസ്സിലൂടെയും ഭഗവാനോടുള്ള ഭക്തിയിലൂടെയുമാണ്. ഇത് നമുക്ക് ഓരോരുത്തർക്കുമുള്ള ഒരു വലിയ പാഠമാണ്, അല്ലേ? യഥാർത്ഥ ജ്ഞാനത്തിലേക്കും ഈശ്വര ദർശനത്തിലേക്കുമുള്ള വഴിയെന്ന് പറയുന്നത് ഭക്തിയും പൂർണ്ണമായ സമർപ്പണവുമാണ്. ഈ വിവരണം ശ്രദ്ധിച്ചതിന് ഒരുപാട് നന്ദി. ജ്ഞാനകോശം ഒരു ബഹുഭാഷാ ചാനലാണ്. ഞങ്ങളിവിടെ ഇംഗ്ലീഷ്, ഹിന്ദി, മറാഠി, തമിഴ്, ഗുജറാത്തി, മലയാളം, ബംഗാളി എന്നീ ഭാഷകളിലൊക്കെ ആത്മീയ ജ്ഞാനം പങ്കുവയ്ക്കുന്നുണ്ട്. കൂടുതൽ പ്രധാന ഭാഷകൾ ഉടൻ തന്നെ വരുന്നുമുണ്ട്. സനാതനധർമ്മത്തിലെ അമൂല്യമായ നിധികൾ വളരെ ലളിതമായി, വ്യക്തമായി, അർത്ഥവത്തായ രീതിയിൽ നിങ്ങളിലേക്ക് എത്തിക്കുക, അതാണ് ഞങ്ങളുടെ ലക്ഷ്യം. ഞങ്ങളുടെ ചാനലിൽ ശ്രീമദ് ഭാഗവതം, ഭഗവത്ഗീത, മഹാഭാരതം, ലളിതാ സഹസ്രനാമം, ദൈവത്തിന്റെ കുരൽ, മഹാരാഷ്ട്രയിലെയും ബംഗാളിലെയും സന്യാസിമാരുടെ കഥകൾ, ആദിശങ്കരന്റെ ദിവ്യാവതാര കഥ, ഇതിനെക്കുറിച്ചൊക്കെയുള്ള വീഡിയോകൾ നിങ്ങൾക്ക് ദിവസവും കാണാൻ സാധിക്കും, അതും ഒന്നിലധികം ഭാഷകളിൽ. ഞങ്ങളുടെ ഈ ശ്രമങ്ങൾ നിങ്ങൾക്ക് വിലപ്പെട്ടതാണെന്ന് തോന്നുന്നുവെങ്കിൽ ദയവായി ജ്ഞാനകോശം സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഞങ്ങളുടെ പുതിയ വീഡിയോകളെക്കുറിച്ച് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടും. ഈ ദിവ്യമായ അറിവ് നിങ്ങളുടെ കുടുംബാംഗങ്ങളുമായും സുഹൃത്തുക്കളുമായും പങ്കുവയ്ക്കാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്. നമുക്കെല്ലാവർക്കും ഒരുമിച്ച് സനാതനധർമ്മത്തിന്റെ പ്രകാശം പരത്താം.